നമ്മളിപ്പോൾ അതെ രാവിലെ എണീറ്റ് 8:30 സമയം. നേരത്തെ എന്ന് പറയാൻ പറ്റിയല്ല, എന്നാലും എണീറ്റ്. 6 ആയപ്പോഴത്തോട്ട് തൊണ്ടയ്ക്കൊരു കിച്ച് 6 ആയപ്പോഴത്തോട്ട് ഞാൻ എല്ലാവരെയും വിളിക്കുന്നതാണ്. ദാമിക്കുട്ടി 5 മണിയായപ്പോഴത്തോട്ട് എന്നെ എണീറ്റ് എനിക്ക് വിശക്കുന്നു, റിസ്ക് താ, ബിസ്ക്കറ്റ് താ എന്നും പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നു. അപ്പം അമ്മ ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്നിട്ട് എണീറ്റ് വന്ന് ഇതൊക്കെ കൊടുക്കാനായിട്ട് കാപ്പിയും തിളപ്പിച്ച് വെച്ചിട്ട് വിളിച്ചിട്ട് ഏറ്റും വരികയില്ല. ദാമിക്കുട്ടി വാ, എണീറ്റ് നമുക്ക് കുളിക്കണ്ടേ? ഏറ്റുവാ, തണുപ്പൊക്കെ പോയല്ലോ. ആ അതെ, എനിക്കും ചായ. രാവിലെ ഓരോ ഗ്ലാസ് കടുങ്കാപ്പി കുടിച്ചോ തണുപ്പായതുകൊണ്ട്? ഞാൻ ചൂടുവെള്ളം കുടിച്ചു. ഇനി എനിക്ക് പാൽ ചായ കിട്ടിയാൽ മതി. ഞാൻ ഇട്ടോളാം. ദച്ചേടല്ലേ കടുങ്കാപ്പി? അച്ഛയ്ക്കും അച്ഛമ്മയ്ക്കും ഒക്കെ കടുങ്കാപ്പി. അതെ, ആദ്യം കടുങ്കാപ്പി കുടിക്കേണ്ടവരൊക്കെ കൊടുത്തൊഴിവാക്കൂ, എന്നിട്ട് ചായ വെക്കട്ടെ. ഡാഡിക്ക് രാവിലെ കടുങ്കാപ്പി. ചായ ആണേലും മതിയായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞ, അപ്പം അമ്മ പറഞ്ഞു ഡാഡിക്ക് രാവിലെ കടുങ്കാപ്പി കുടിച്ചിട്ട് ചായ കുടിക്കാന്ന്. അങ്ങനൊന്നുമില്ല, ചായ ആണേലും കുഴപ്പമില്ല. മുത്തേക്കോ ദാമുക്കുട്ടി ചേച്ചാ വിളിച്ചേ ചേപ്പിച്ചേ. ദാമുക്കുട്ടി കുറെ നേരം വന്ന് പൊക്കത്തൊക്കെ കയറി ചാടുന്നു. ഇപ്പം ഏൽപ്പിച്ചോളും. ദാമുക്കുട്ടി രാവിലെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാം. മുത്തു ചേച്ചാ കേൾക്കാൻ പറ. എനിക്കതിന് ശ്വാസം മുട്ടിച്ച് കൊല്ലു. മതി മതി, ഞാൻ തണുപ്പിന് പറ്റിയ കടുങ്കാപ്പിയാ. ഇന്ന് വലിയ തണുപ്പില്ലല്ലോ. ഇന്നലത്തെ എത്ര തണുപ്പില്ല? ഇന്നലെ രാവിലത്തെ എത്ര? ഇന്ന് രാവിലെയും തണുപ്പായിരുന്നു. ഇന്നും നല്ല തണുപ്പായിരുന്നു. ഇന്നലെ വരെ ഈ സ്വെറ്റർ ഒന്നും ഇടാതെ കിടന്നത്. ഇന്നലെ വൈകിട്ട് കിടക്കാൻ നേരം സ്വെറ്ററൊക്കെ കിടന്നു. സ്വെറ്റർ ഇട്ട് പുതപ്പും പുതച്ച് കിടന്നു. നല്ലപോലെ സുഖം ഉറക്കം. മിനിങ്ങാന്നൊന്നും സ്വെറ്റർ ഇട്ടില്ല, തണുപ്പ് കുറവായിരുന്നു. പക്ഷെ ഇന്നലെ തണുപ്പാ. ഉറങ്ങാൻ നല്ല സുഖമല്ലേ? ആ, ഉറങ്ങാൻ സുഖമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം സുഖമില്ല, രാവിലെ കുളിക്കാൻ മടിയാണ്. ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ ഇട്ടിട്ട് കഴിഞ്ഞാ ചൂടുവെള്ളത്തിൽ കുളിക്കാം വേഗം. ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം. എനിക്ക് ഇനി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം. ഞാനും വരുന്നുണ്ടോ? എന്നാ വാ, നമുക്ക് 2 പേർ കൂടെ കുളിക്കാം. എന്നാ നിങ്ങൾ കുളിച്ചേച്ച് ഇറങ്ങിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കുളിച്ച് നോക്കാം. വെള്ളം എവിടെ വെക്കാൻ? അവിടെ ചൂടുവെള്ളം അത് വാട്ടർ ഹീറ്ററല്ലേ, പൈപ്പിൽ കൂടെ വരും ചൂടുവെള്ളം. അല്ല വേറെ അടുപ്പ വെക്കുന്ന കാര്യം. ദാമിക്ക് തേങ്ങാവെള്ളം വേണോ? വേണോ ദാമി? ഇല്ല, ഞാൻ കുടിക്കും. ഉറക്കെ പറഞ്ഞാലേ ഞാൻ തരത്തുള്ളൂ. വേണ്ടേ? അതാ വെറുതെ അല്ല, എന്നാ ചേച്ച കുടിച്ചു. ഞാൻ കുടിക്കണേ, വേണോ? ശകല കൊച്ച് വേണ്ട. അച്ചമ്മയ്ക്കാണോ? അച്ചമ്മ തണുപ്പ് കാരണം ചൂട് കടുങ്കാപ്പി കുടിക്കുക, എന്നിട്ട് തേങ്ങാ വെള്ളം. രാവിലെ എന്താ കഴിക്കാൻ? രാവിലെ ഇന്ന് ഉപ്പുമാവും കിഴങ്ങ് കറി. ഉപ്മാവൊക്കെ കിഴങ്ങറി വേണമെന്നില്ല. കിഴങ്ങിൻ്റെ ആൾക്കാരല്ല ഇവിടെ അധികാരം. ആര് പറഞ്ഞു? തനിക്ക് കിഴങ്ങ് ഇഷ്ടമില്ലാത്ത? ചേച്ചയ്ക്കും അച്ചമ്മയ്ക്കും കിഴങ്ങ് മതി. അമ്മ ചേച്ച കടക്കറുമ്പോൾ കിഴങ്ങ് കഴിക്കല്ലോ. എന്ത് ചേച്ചയ്ക്ക് കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഇട്ട് കറി വെക്കുമായിരുന്നു. ചേച്ചിയാ പറഞ്ഞു ഉപ്പുമാവിന് കറി വെക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് പഴം മതിയേ. ഏത്തപ്പഴം ഇരിപ്പുണ്ട്. ഏത്തപ്പഴം, എനിക്ക് ഏത്തപ്പഴം. അപ്പോഴേ തേങ്ങ ചെരണ്ടി തരാമോ? എനിക്കറിയത്തില്ല. ഞങ്ങൾ വണ്ടിയിൽ എങ്ങനെ ചേർന്ന് കാണിച്ചല്ലേ, ഞാൻ ചെയ്തുതരാം. ചിരവയുണ്ട് വണ്ടിയല്ലേ ഞങ്ങളുടെ ചിരവ. ഇതാ വീട്ടിൽ ചിരവ വെച്ച് താൻ ചിരണ്ടെന്നല്ലേ? എനിക്കറിയാം, ഇതെനിക്കറിയത്തില്ല. ഇതെങ്ങനെ ചെയ്യുന്നത്? ഇതൊരു പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കും. അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യണം, പൂളി എടുത്തിട്ട് മിക്സിക്കകത്തോട്ടിട്ട് അടിച്ചാൽ മതി. എന്നാ ചെയ്യാം. ഒരാൾ രാവിലെ കിടന്നിട്ട് എണീറ്റ് പോയി. മടക്കി വെക്കാൻ ഞാൻ തന്നെ വേണം ഇവിടെ. മടക്കി വെച്ചോ, ആരും മടക്കിയാലെന്നേ. എനിക്കേടാ അതൊരു പണിയും ചെയ്യല്ലേ. എന്നിട്ടാണ് ഈ കിലോമീറ്റർ മൊത്തം ഇരുന്ന് വണ്ടി ഓടിക്കുന്നത് രാത്രിക്കൊക്കെ? അത് മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട്? അമ്മ ഇവിടെ എത്ര പണി ചെയ്യുന്നു? ഞാനൊരു മെയിൻ ഡ്രൈവർ മാത്രമേ ഈ എല്ലാ പണിയും ചെയ്യുന്ന മെയിൻ ഡ്രൈവർ ഉള്ളൂ. ബാക്കി മെയിൻ ഡ്രൈവർ ലോകത്ത് ഇങ്ങനെ ഒരു മെയിൻ ഡ്രൈവർ കാണത്തില്ല. അതാമ്മേ, നമ്മളിങ്ങനെ പണിയെടുക്കണം. ഒരാള് കുളിക്കാൻ പോയിട്ടുണ്ട്, സ്വാമി. അതിന്റെ ബഹളം അവിടെ. മുത്തേ പൊന്നു പറഞ്ഞ കേട്ടോ, ഒരു പണിയും ചെയ്യാലെന്ന് ഏറ്റുപോയി. ഞാൻ വേണമെന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കൊക്കെ. അതെ, ഇത്ര ദിവസം വിരിച്ചെന്നെ കിടക്കാൻ ഞാൻ ഒരു ദിവസം ചെയ്തതിന്റെ കണക്ക് പറയാൻ പാടില്ല. ഞാനേ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കും ഇവിടെ ഇന്നത് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറ്റം പറയാൻ പറ്റും? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? അല്ലാത്തപ്പോഴോ ഇത് രാവിലെ അമ്മയോട് ചെയ്യുന്ന പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പിടിച്ചേ? ആഹാ,
മോക്കെന്താ പണി നീ? ഞാൻ സഹായിക്കാം. താമ ഞാൻ അരിയാം. ചുമ്മാതെയാണേ, കത്തി തൊടാത്ത ആളാ അത്. ഞാൻ അരിയാം. മര്യാദയ്ക്ക് ചിരണ്ടി കൊടുത്തോ. എനിക്ക് അത് ചെണ്ടുന്നതിനും വേറെ അരിയുന്നതാ. നീ അരിഞ്ഞോ, ഞാൻ ചെരണ്ടിക്കോളാം. ഇത് പിടിച്ചേ, ഇതെടുത്ത് വെക്കട്ടെ. നീ ചെയ്യട്ടെ. ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയത്തില്ല ചേച്ചിക്ക്. ഇതെന്നെ ഇതൊക്കെ ഇങ്ങനെ കുരുവിനെ അരിഞ്ഞിട്ടാ പോരെ. ഇതൊക്കെ എനിക്കറിയാം. ഇങ്ങോട്ടാ അതിനകത്ത് കടുക് ഇട്ടുള്ളൂ, ആറ്റൽമുളകൊന്നും ഇട്ടില്ല. കടുക് പൊട്ടുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതെടുത്താൽ അമ്മ ഉണ്ടാക്കി. എനിക്ക് വൈകി രാവിലെ ഇതൊന്നും കഴിക്കാൻ. അമ്മക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് നേരത്തെ അരിഞ്ഞു വെച്ചൂടെ? എനിക്കിങ്ങനെ ഓൺ ദ സ്പോട്ടിൽ അരിഞ്ഞിരുന്നതിനോടത്ര എക്സ്പീരിയൻസ് ഇല്ല. എന്തേരം 3 കഷ്ണമായിട്ടുണ്ടോ? അതോ 4 ഒന്നൊന്നുമില്ല, അതങ്ങോട്ട് ഇട്ടാൽ മതി. ഇനി എന്നെ കൈ നീറത്തില്ലേ? അതിങ്ങോട്ട് കരിഞ്ഞിട്. കുനൂന അമ്മ ഇറക്കി വിട അവിടുന്ന്. ഇതെങ്ങനെയാ? നീ ഈ മൊത്തം ഇഞ്ചി വേണോ? ഇതൊക്കെ എനിക്കറിയാം. അരിഞ്ഞിട്. അങ്ങനെ പെട്ടെന്നോട്ടും തിരിയാൻ പറ്റത്തില്ല. ഇതാ ഗ്രേറ്റർ റിങ് എടുക്കുക. അതേലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കിയാൽ മതി. ഇരട്ടിപ്പണിയാ അത്. അരിഞ്ഞിട്ടാ പോരെ. ഇനി ഗ്രേറ്റർ എടുത്താ അത് എന്നാ ചെയ്ത് കഴുകി എന്ത് ഇരട്ടിപ്പണിയാ? ഇരട്ടിപ്പണിയൊന്നുമില്ല. അതൊക്കെ ഇരട്ടിപ്പണിയാ. ആവശ്യ സാധനങ്ങളാണ്. സാധനം അരിഞ്ഞിടല്ലേ? എങ്ങനെയുണ്ട് പൊന്നു ഞങ്ങളുടെ ചെലവാ? കുഴപ്പമില്ല, കൈക്ക് എക്സ്ട്രാ പണിയാ. ഞാൻ അരുണാചല് പോയപ്പോൾ കഷ്ടപ്പെട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതെ. തമിഴ്നാട്ടിന്നല്ല, ആന്ധ്രേനെ തുടങ്ങി. ഞാൻ ചെന്നൈയിൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന. അതുകൊണ്ട് പൊന്നിക്കുട്ടിക്ക് ഉപ്പുമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതെ, ഞാൻ റെഡി ടു മിക്സ് മേടിച്ചുണ്ടാക്കാറുണ്ട്. എന്തേലും വെള്ളം ഒഴിക്കണം. ഒഴിക്ക് കുറച്ച് ഒഴിക്ക്. വെള്ളം എണ്ണക്കകത്തോട്ട് വെള്ളം ഒഴിക്കോ? ഉപ്മാവ് ഉണ്ടാക്കാൻ ഒഴിക്കും അങ്ങോട്ട്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് അതവിടെ. അമ്മ ഇതെല്ലാം എടുത്തു തരണം. ഞാൻ കൊച്ചാന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാം ഇങ്ങനെ സൈഡിൽ നിങ്ങൾ എടുത്തു വെക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിടും. കൊച്ചയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇത് പ്രാക്ടീസ് ആണ്. അപ്പൊ തന്നെ എടുത്ത് പഠിക്കണം. എന്റെ ഉപ്പ് ഞാനിടാം. ഞാനിട്ടോളാം. അമ്മയുടെ ഉപ്പ് കൂടുതലാണ്. ഞാനിട്ടോളാം. എന്തേലും ഇത് ഇനി അതെ ഇളക്കിയിട്ട് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോന്ന്. ഇതെവിടെ വെക്കണ്ടേ? ഇനി അതങ്ങോട്ട് ഇട്ടാലും മതി. എനിക്ക് ദാമിനെ കുളിപ്പിക്കണം. അതവിടെ നിൽക്കുക. ഇനി അത് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട, വെള്ളം തിളച്ചോളും. തിളക്കാറാകുമ്പത്തേന് തേങ്ങ ഇട്ട് ഞാൻ കൊടുത്താൽ മതി. ഉപ്പ് അലിയിച്ചതാ. ഇവിടെക്കാനാ ഞാൻ കിഴങ്ങേറി വെക്കാം ഇവിടെ തേങ്ങിക്കാം. കിഴങ്ങ് ഞാൻ വെക്കാം. സമയം പോവും. ആക്ച്വലി കിഴങ്ങേറി വെക്കണമെന്നല്ലേ പറഞ്ഞത്. ഉപ്മാവും ചിക്കൻ കറിയായിരുന്നു ഞാൻ പറഞ്ഞത്. അത് ലക്നൗ ട്രിപ്പിന് പോയപ്പോൾ കിട്ടിയൊരു കോംബോ ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിലധികം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉപ്മാവും ചിക്കൻ കറിയും ഞാൻ പറഞ്ഞേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മേടിച്ച് ഞാൻ ഇച്ചിരി മട്ടർ എടുത്തോണ്ട് വരട്ടെ. അത് വേണോന്നില്ല, സാധാ കിഴങ്ങറിയാണല്ലോ മതി. മട്ടർ പിന്നെ മേടിച്ച് വെച്ചേക്കുന്നത് എന്തിനാ? എന്നാ കൊണ്ടോ. വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പം നമുക്ക് തേങ്ങ ഇടാം. ഉപ്പ് നോക്കിയായിരുന്നോ? ഉപ്പുണ്ടോ? നോക്കിയില്ല. ഇട്ടിട്ട് ഓക്കെ, തേങ്ങ ഇട്ടിട്ട് നോക്കാം. ഇനി തേങ്ങ എന്നാ അമ്മ? തേങ്ങ തിളയ്ക്കണോ? തേങ്ങ അത് തിളച്ച് തേങ്ങാപ്പാൽ ഇച്ചിരി ഇറങ്ങണം. ഓക്കെ. അതുപോലെ പച്ച മട്ടർ, ഗ്രീൻ പീസ് കുറച്ചിടാം. നമുക്കെങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മട്ടറൊന്നും അവിടെ കിട്ടത്തില്ലോ. ഇത് നിങ്ങൾ ഉരുളക്കിഴങ്ങ് മേടിക്കാൻ പാക്കടയിൽ നിന്ന് കിട്ടിയതാണോ? അതിവിടെ എല്ലാ പച്ചക്കറി കടയിലും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് പച്ച കണ്ടിട്ടില്ലായിരുന്നു, ഉണക്കേ കണ്ടിട്ടുണ്ട്. ആണോ? നമ്മളവിടെ വീട്ടിലല്ലെങ്കിലും ഗ്രീൻ പീസ് അധികം മേടിക്കരുത്. കുറവാ മേടിക്കുന്നത്. ഉപ്പൊക്കെ ഉണ്ട്. ഇനി പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് 1 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, എന്നൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാം. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, പൊടി മാത്രം ഇട്ട് നല്ലപോലെ ഇളക്കണം. തീ ഒന്ന് കുറച്ച് വെക്കണം. ഈ പൊടി? ആ പൊടിയല്ല, അല്ല. താൻ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണോ കിഴങ്ങറി ഉണ്ടാക്കുകയാണോ? പറയണ്ടേ, ഞാൻ പൊടി എന്ന് പറയുമ്പോ ഇതല്ലേ റവയെന്ന് പറയണ്ടേ. റവയും പൊടിയാണല്ലോ അല്ലേ. ഇപ്പൊ ഉണ്ടല്ലോ നമ്മളെ നിക്ക് ഇപ്പൊ നമ്മളെ നല്ലപോലെ ഉപ്പുമാവ് കഴിപ്പിച്ചാന് രാവിലെ. അതുകൊണ്ട് ഞാൻ കിഴങ്ങറി ഉപ്പുമാവും പിന്നെ ലേറ്റർ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും ചെയ്തില്ലല്ലോ. ബിരിയാണി പോലെ ആക്കിയത് ഞാൻ. ഇതെന്താ ഇപ്പൊ ചെയ്യണ്ടേ? ഇടണോ? ഇതാണ് പച്ച ഗ്രീൻ പീസ് ഉണ്ടോ, നല്ല കളർ.
ഇതുപോലെ അത് മുഴുവൻ ഇടണ്ട. അത് മുഴുവൻ ഇട്ടാൽ അത് തികയോന്നും അറിയത്തില്ല. വെള്ളം കൂടുതലാണോ കുറവാണോ. നിൽക്കി അങ്ങനല്ല, കുടഞ്ഞിടണം. നിൽക്കുക. തീ കുറച്ച് വെച്ചേ ആദ്യം. എന്റെ ജലജ ഇതൊക്കെ എനിക്കറിയാം. തീ കുറച്ച് വെച്ചേ. കുറച്ച് ഇട്ടാ പോരെ, കുറച്ച് ഇടാൻ എല്ലാവർക്കും അറിയാം. എന്നെ ചെയ്യണ്ടേ? ഇന്ന് ഉപ്പുമാവ് കുളവാക്ക്. അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അതെ, ഇങ്ങനെ ഒരു കൈ വെച്ച് എങ്ങനെ ഇളക്കുന്നത്? എന്തോന്ന് ഇങ്ങനെ ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്തിട്ടില്ല. ഇട്ടോ. എന്നാ അമ്മ ഇട, ഞാൻ ഇളക്കാം. ഇട്. അങ്ങനെ ഒന്നും കട്ടായി പോയില്ല. ഇതാണോ കട്ടായി പോകുന്ന പറഞ്ഞത്? എന്താണ് അത്? നല്ലപോലെ ഇളക്കണം എല്ലായിടത്തും. ഞാൻ ഫോറിൻ ഷെഫാ. ഞാൻ വീട്ടില് പിസ്സ, ബർഗർ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കൈ കൊണ്ട് ഇതേ പിടിക്കണം. അത് ചൂടാ, ഞാൻ പിടിക്കില്ല. ചൂടില്ല ഇത്. അത് നനയാത്ത അതൊക്കെ നല്ലപോലെ കുതിരട്ടെ. കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു. അത്രയും വെള്ളമൊക്കെ മതി. ബിരിയാണി ഇളക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെയല്ല ഇളക്കണം, ഇങ്ങനെ നല്ലപോലെ ഇളക്കണം. അതിനകത്തിരുന്നുണ്ടോ? ഏത് ഗ്രീൻ പീസോ? ഗ്രീൻ പീസും ക്യാരറ്റും ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല ഇന്നിപ്പം. അതിന് വേറൊരു ദിവസം ആക്കാം. ഇതുണ്ടല്ലോ, ഈ റവയ്ക്ക് ഇച്ചിരി പശ പോലെ ഇരിക്കും. നമ്മുടെ ഇവിടുത്തെ റവയല്ല ഇത്. ഇവിടെ ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചു. അപ്പൊ ഞാൻ ഇളക്കേണ്ട പ്രശ്നമല്ല, മനസ്സിലായോ? അടുത്തായിട്ട് നമ്മൾ കിഴങ്ങറി ഉണ്ടാക്കാൻ പോവുകയാണ്. മതിയോ കടുക്? നോക്കേ, അധികല്ലേ? കുറച്ച് കറിവേപ്പില നിക്ക് ചെയ്തിട്ടിട്ട്. ഇനി അതെവിടെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റവയല്ല, ഈ പൊടി. ഇതെന്തൊക്കെ പൊടി? ഇതെന്തൊക്കെ പൊടി ഉണ്ട്? പൊടി കരിഞ്ഞു പോകുന്നതിനിപ്പുറം ഇതിടണം. അത് കരിഞ്ഞു പോവും. അതൊന്നും ഇളക്കണ്ടേ? എണ്ണയ്ക്കകത്തോട്ടൊന്നും ചേരണ്ടേ? അതൊക്കെ മതി ഇളക്കിയത്. അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും. അപ്പോൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിത്തിരി സമാധാനത്തിൽ വേണം. ഇത് സ്പീഡിൽ ഓടി പോവാ. എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നാലേ എക്സോസ്റ്റ് ഉണ്ടായിട്ട് ഇതിനകത്ത് പോകേ. ഇതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് ഉപ്പിടണം, വെള്ളം ഒഴിക്കണം. ഇതെങ്ങനെ ഞാൻ വെക്കുന്ന കിഴങ്ങറിയാന്ന്? ഇളക്കണല്ലോ അല്ലേ? എനിക്ക് ഇളക്കുന്ന ഇഷ്ടമല്ല. എന്നാ പിന്നെ ഇതും കൂടെ ഇളക്കുകയും കൂടെ ചെയ്തൂടെ? ഞങ്ങൾ തമ്മിൽ കുക്ക് ചെയ്യാൻ ശരിയാവില്ല. ഈ അമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ കയറാറില്ല. ഇനി അടച്ചു വെച്ച് 2 വിസിൽ വെച്ചാൽ മതി. കിഴങ്ങായതുകൊണ്ട് പെട്ടെന്ന് വേഗം. 1-2 വിസിൽ മതി. എനിക്ക് ഇതിനും കൊണ്ട് ചാറ് വേണം കിഴങ്ങറിക്ക്. ചാറൊക്കെ അത് കഴിഞ്ഞ് ഉണ്ടാക്കാമല്ലോ. ഇത് അടച്ചു വെക്കുക. ആവി വന്നിട്ട് വെച്ചാ പോരെ? തീ കൂട്ടി വെക്കണ്ടേ? തീ കൂട്ടി വെച്ചോ, അത് വെച്ചോ. ഒക്കെ ആവി വന്നോളൂ. പുത്തേട്ട് ഫാമിലി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ കിഴങ്ങ് കറി റെഡി ആയില്ല. വിസിലൊക്കെ വന്നിരിപ്പുണ്ട് അല്ലേ മമ്മി? ഇത്തിരി പരിപാടികളുണ്ട് അതിന്. അതെ, അമ്മ എവിടെ ഇരുന്ന് ദാമിയുടെ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുക. ദാമി അങ്ങ് വിളിച്ചേ. ദാമിയേ, എങ്ങനെയുണ്ട്? കിഴങ്ങൊക്കെ വെന്തു, പക്ഷേ പൊടി ശകലം മൂത്ത് പോയിട്ടുണ്ട്. അധികം മൂത്ത് പോയിട്ടൊന്നുമില്ല. അത് ഇത്തിരി പൊടി കൂടിപ്പോയത്. അമ്മ എടുത്ത് വെച്ച എമൗണ്ട് ശരിയായിട്ടില്ല. അതിൻ്റെ നല്ല സൂപ്പർ കിഴങ്ങറി. ഇടയ്ക്ക് അമ്മ കൈയിട്ടതിൻ്റെ ഒരു ഒറ്റ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു. ഈ കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. അധികം കിഴങ്ങ് ഉടയ്ക്കണ്ട, എനിക്ക് കിഴങ്ങ് അധികം ഉടയ്ക്കുന്ന ഇഷ്ടമല്ല. അപ്പം എന്നാൽ മതിയാക്കാം. ഇനി ഇതിനകത്തോട്ടെ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കളറ് കറക്റ്റാവും. ആ തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ തിളയ്ക്കണ്ട, ചൂടായാൽ മതി. കണ്ടോ, അതിനൊരു കുഴപ്പമില്ല, കറക്റ്റാ. അത് മൂത്ത് പോയതൊന്നുമല്ല, തേങ്ങാപ്പാലിൽ ഒരു വൈറ്റ് കളർ വരാത്തപ്പോൾ അമ്മയ്ക്ക് തോന്നിയത് അതായില്ല. ഓക്കെ, മനസ്സിലായില്ല? എങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. 2 പേര് കഴിക്കാൻ തുടങ്ങി അല്ലേ താമി? താമിക്ക് വേണ്ടേ? താമിക്ക് കഴിക്കണ്ടേ ഉപ്പുമാവ്? ഇപ്പൊ എന്നോട് വിശക്കെന്ന് പറഞ്ഞതോ? അതെ, ദാമിക്ക് ഇപ്പം വിശക്കുന്നുണ്ട്. അയ്യോ, മുമ്പല്ലേ കുടിച്ചത്. ഇച്ചിരി ചായ, ഇച്ചിരി ഉപ്പുമാവും പഴവും കൂടെ കഴിക്കാം.
ഡാമൂനും പൊന്നൂനും ഒന്നിച്ച് കഴിച്ചാ പോരെ? പൊന്നു തരാം. ദേവിയുടെ ഉപ്പാവല്ലേ? ഉപ്പാവും കറിയൊക്കെ സൂപ്പറാ. ഞാൻ പഴം കൂട്ടി കഴിക്കുന്നത്. പഴം മനസ്സായി. എനിക്കും വേണ്ട കടല കിഴങ്ങറി. കഴിച്ചു നോക്കത്. ചേച്ചി ഉണ്ടാക്കിയതല്ലേ? ഞാനും കൂടെ ഉണ്ടാക്കിയത്. അമ്മ മോളോടെ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ അടി തുടങ്ങും ഇവിടെ. അമ്മ അതെ ചായ അടിക്കുക. എന്നായിക്കോട്ടെ. കഴിഞ്ഞു. അതെ, ചിക്കൻ കറിയുടെ ഒരു ഗുമ്മില്ല, ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അമ്മ ഇടയ്ക്ക് കയറിയുണ്ടായത് ശരിയായില്ല. ഞാൻ കുറച്ച് സൂപ്പറാക്കിയേനെ. ഈ പഴവും കൂടി ഇട്ടാ എങ്ങനെയുണ്ട് പൊന്നു? വലിയൊന്നും ഇല്ല, നല്ലതാ, അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേ ഇതിടുണ്ടായിരുന്നു, ഗ്രീൻ പീസ് ഇടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഗ്രീൻ പീസ് മാത്രമേ എടുത്തുള്ളൂ, കിഴങ്ങൊന്നും എടുത്തില്ല. എനിക്ക് സാധാ കിഴങ്ങാറിയായിരുന്നു ഇഷ്ടം, ഗ്രീൻ പീസ് വേണ്ടായിരുന്നു. കറിയൊക്കെ ഉപ്പാവും നല്ലതായിരുന്നേ. അച്ഛമ്മ നല്ല മുത്തുണ്ടാക്കി കറിയൊക്കെ നല്ലതാന്ന് പറഞ്ഞാ കഴിച്ചത്. നല്ലതാ, നല്ലതല്ലെന്നല്ലേ പറഞ്ഞു. എനിക്ക് ഗ്രീൻ പീസിന്റെ ചോവ. ഗ്രീൻ പീസ് ഇഷ്ടപ്പെട്ടില്ലല്ലേ? കിഴങ്ങ് മാത്രം മതിയായിരുന്നു. ഞങ്ങളിപ്പോ ഉള്ളത് പ്രേമമന്ദിറിലാണ്. ഭയങ്കര തിരക്കാണ്. അതെ, ഭയങ്കര തിരക്ക്. ഞങ്ങളുടെ പുറയിലൊക്കെ നോക്കൂ, നല്ല തിരക്കാ. അതെ, ഇവിടെ വന്ന് രാധയുടെ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കാൻ ഫണ്ടൊക്കെ മുടക്കി ഡ്രസ്സ് മേടിച്ചു. പക്ഷെ എല്ലാം നഷ്ടമായി. ഇവിടെ ഭയങ്കര തിരക്കാ, കാലുകുത്താനുള്ള സ്ഥലം പോലും ഇല്ല. വെരി വെരി വെരി. ഞങ്ങള് വൃന്ദാവൻ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, ഇൻക്ലൂഡിങ് അച്ഛമ്മ. അച്ഛമ്മയുടെ വൃന്ദാവൻ ഇങ്ങനെയായിരുന്നു മനസ്സിൽ. ഇത്രയും തിരക്കാന്ന് വിചാരിച്ചില്ല. ഞങ്ങളുടെ വൃന്ദാവൻ ഒട്ടും ഇങ്ങനെയല്ലായിരുന്നു. അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോ വൃന്ദാവനിലെ തിരക്കില് പെട്ടിവിടെ നിൽക്കുവാണ്. അതെ ഗൈസ്, ഈ തിരക്ക് ഞാൻ വൃന്ദാവനിൽ ഹോളിക്കാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത് ഇപ്പോഴാണ് വന്നത്. ഹോളിക്ക് നീ ഇനി ഇവിടെ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചു, തീർന്നു കിട്ടി. ഞാൻ വരുന്നില്ല, ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇതിപ്പോ പ്രേമമന്ദിറിലോട്ട് കയറാനുള്ള തിരക്കിന്റെ ക്യൂവാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് പ്രേമമന്ദിർ കണ്ടിട്ട് പോവാന്ന് വെച്ചു. ഗൈസ്, ആ കാണുന്നതാണ് പ്രേമമന്ദിർ. ഇത് ഞങ്ങൾ ഇവിടെ ഒരു ഗേറ്റിന്റെ ഇടയിൽ കൂടെ കൈതിരിക്കിട്ടെടുത്ത ഫോട്ടോകളാണ്. അതിനകത്ത് കുറെ ഉണ്ട്, പക്ഷെ നമ്മൾ കേറുന്നില്ല തീരുമാനിച്ചു. ഇത് ആക്ച്വലി ഇവിടെ ഉള്ള ഒരു ഗേറ്റ് ആണ്. അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാം. ആ കാണുന്നതാണ് പ്രേമമന്ദിർ. അയ്യോ, ഫോക്കസ് ആണല്ലോടി. ഓക്കെ, ആ കാണുന്നതാണ് പ്രേമമന്ദിർ. അപ്പൊ അതുവരെ കളറിൽ വരും. അകത്ത് നല്ല രസമാണ്, കുറെ ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം. നമ്മൾ ഈ ഗേറ്റിന്റെ ഇടയിൽ കൂടെ നിന്നാണ് പ്രേമമന്ദിർ കണ്ടത്. എല്ലാവരും അവിടെ നിന്ന് നോക്കുക, കാരണം എൻട്രൻസിന് അങ്ങോട്ടുള്ള തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അമ്മയും താമയും കൂടെ ഒരു വഴിയായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ കറക്കം പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലെത്തി. അതെ, ഫുഡൊക്കെ കഴിച്ചു. കുറെ ചാട്ടൊക്കെ ട്രൈ ചെയ്തു, അല്ലാണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോന്നു. അതെ, അപ്പം അച്ഛമ്മയും താമയും കിടന്ന് ഉറങ്ങി. ഇപ്പം നമുക്കും ബെഡൊക്കെ വിരിച്ചിട്ട് കിടന്നുറങ്ങാം. നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പം വിരിച്ചിടുന്നുള്ളൂ, കിടന്നുറങ്ങുന്നൊന്നുമില്ല. അതെ, ഇപ്പം വിരിച്ചിട്ടാലേ എളുപ്പമുണ്ട്. കുറച്ച് വണ്ടി നിർത്തുമ്പോൾ വന്ന് കിടന്നാൽ മതി, വിരിക്കാൻ പോകണ്ട. അപ്പം ഫസ്റ്റ് ഇത് ബെഡ് ഇട്ടു, ഇനിയിപ്പോൾ കമ്പിളി വിരിക്കുക. ഇന്ന് എൻ്റെ ഇഷ്ടത്തിനാണ് കിടക്കുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ ചേരിച്ചാണ് കിടന്നിരുന്നത്. അതെ, ഇത്രയും ദിവസം ഇവിടെ തല വെച്ചിട്ട് ഇങ്ങോട്ട് കാല് വെക്കും, അങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ പാടാണ് അങ്ങനെ കിടക്കാൻ, കാരണം ചേച്ചനെക്കാട്ടിൽ 1 ഇഞ്ച് വ്യത്യാസം പൊക്കമുള്ളത് കൊണ്ട് എൻ്റെ കാലിവിടെ തട്ടും. പിന്നെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ കിടക്കും, ഇവിടെ തല വെച്ചിട്ട് ഇവിടെ കാല്. കഴിഞ്ഞ ദിവസമൊക്കെ ദാമിയും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ചെരിഞ്ഞ് കിടന്നിരുന്നത്. ഇന്നലെ ദാമി ഇല്ലായിരുന്നു, പക്ഷെ ഇന്നലെ ഈ ചേച്ച കിടന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാൻ മടിയൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടന്നു. അതുകൊണ്ട് ഇന്ന് നേരെ വിരിച്ചു. ദാമി അച്ഛമ്മയും നല്ല ഉറക്കമായി. അമ്മ അച്ഛയൊക്കെ ക്യാബില്ല. ഞങ്ങളിനി കുറച്ച് കഴിയുമ്പോഴേ കിടക്കുന്നുള്ളൂ. യെസ്, ബെഡൊക്കെ സെറ്റ്. അതെ, ഞങ്ങളുടെ ബെഡൊക്കെ അപ്പം സെറ്റായി. ഇനിയിപ്പം പോയി വണ്ടി ഓടിച്ച് കുറച്ച് ഓടിപ്പോവാൻ, അത് കഴിഞ്ഞ് കിടന്നുറങ്ങാം. അപ്പോൾ ഇനി ഹിമാചൽ യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശുഭനിദ്ര, സുഖനിദ്ര. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.